വിവാഹ സങ്കല്പങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എന്നാൽ ഇതുപോലെ ഒരു ദാമ്പത്യം കേട്ടിട്ടേയില്ലെന്നാണ് കേട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. സംഗതി എന്താണെന്നറിയണോ? ഓസ്ട്രേലിയയിലെ വിയറ്റ്നാമിലുള്ള ഒരു ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയ ശേഷം ഏതാണ്ട് 12 തവണയാണ് വിവാഹം കഴിക്കുകയും വിവാഹമോചനം നേടുകയും ചെയ്തത്. അതും തങ്ങളുടെ 43 വർഷത്തെ ദാമ്പത്യത്തിനിടെ. ഓരോ തവണ വിവാഹമോചനം നേടിയ ശേഷവും ഇരുവരും വീണ്ടും വിവാഹിതരായി. പിന്നീട് വീണ്ടും വിവാഹമോചനം. അങ്ങനെ ദാമ്പത്യം ആരംഭിച്ച് 43 വർഷത്തിനിടെ 12 തവണ വിവാഹമോചിതരായ ദമ്പതികൾ. ഇന്നത്തെ കാലത്ത് വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ ഒരു വാർത്തയുമല്ലാതായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ കാലത്താണ് വിയറ്റ്നാമിൽ താമസിക്കുന്ന വൃദ്ധ ദമ്പതികൾ 2-3 വർഷത്തിലൊരിക്കൽ വിവാഹമോചനവും പിന്നാലെ പുനർവിവാഹവും ചെയ്തത്. എന്നാൽ ഈ 4 പതിറ്റാണ്ടും അവർ ഒരു വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നതും അത്ഭുതപ്പെടുത്തുന്നു. ഇക്കാലത്തിനിടയ്ക്ക് ആ വീട്ടിൽ നിന്നും കാര്യമായ ഒരു അസ്വാരസ്യവും അയൽവാസികൾ ആരും കേട്ടിട്ടുമില്ല. അവരെ സംബന്ധിച്ച് ഇരുവരും സ്നേഹമുള്ള ദമ്പതികളായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇരുവരും വിവാഹമോചനവും പുനർവിവാഹവും തുടർക്കഥയാക്കിയത്? ഇതിന്റെ കാരണമാണ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ വിവാഹമോചനവും പുനർവിവാഹവും സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയായിരുന്നു. വിധവകളെ പിന്തുണയ്ക്കുന്നതിനായി ഓസ്ട്രിയൻ സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക പദ്ധതിയിലെ പഴുതുകൾ ഇരുവരും ചേർന്ന് ചൂഷണം ചെയ്യുകയായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവകൾക്ക് $28,300 അലവൻസായി ഓസ്ട്രേലിയൻ സർക്കാർ അനുവദിച്ചിരുന്നത്. അതായത് ഏകദേശം 24 ലക്ഷം രൂപ. ഒരു സ്ത്രീ തന്റെ നിയമപരമായ പങ്കാളിയിൽ നിന്ന് വിവാഹമോചനം നേടുമ്പോൾ സർക്കാർ സാമ്പത്തിക സഹായമായി ഈ പണം അനുവദിച്ചു നൽകും. ഈ പണം തട്ടിയെടുക്കാനായിരുന്നു ദമ്പതികൾ ഓരോ തവണയും വിവാഹമോചനം നേടുകയും പുനർവിവാഹം ചെയ്യുകയും ചെയ്തത്. എന്നാൽ 2022 മെയ് മാസത്തിൽ തന്റെ 12ാം വിവാഹമോചനത്തിന് ശേഷം സ്ത്രീ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിനായി പെൻഷൻ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയപ്പോൾ സംഗതി പാളി. സർക്കാരിന്റെ സാമ്പത്തിക സഹായം സ്വന്തമാക്കാനുള്ള ബോധപൂർവമായ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു ഇരുവരുടെയും വിവാഹവും വിവാഹമോചനവുമെന്ന് അതിനകം അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇങ്ങനെ 11 തവണയും ഇവർ സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റി. 12ാമത്തെ വിവാഹമോചനം സർക്കാർ ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല ദമ്പതികൾ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഇപ്പോൾ വിചാരണ നേരിടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി സമ്പത്ത് സ്വന്തമാക്കിയതിനാണ് കേസ്. ഇവരുടെ കേസോടെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ സർക്കാരിനെ കബളിപ്പിച്ചോ എന്ന അന്വേഷണവും നടന്നുവരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും വിവാഹമോചിതരാകുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു.